വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിലുണ്ട്. അപ്പോൾ കാര്യങ്ങൾ സസൂക്ഷ്മം ഇന്ത്യ നോക്കുകയാണോ? അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രി ഉണ്ട്, സേനാ മേധാവികൾ ഇത് വാച്ച് ചെയ്യുന്നു. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചോളം രണ്ടാമത്തെ ദിവസമാണ്. രണ്ടാമത്തെ ദിവസം ഈ പറയുന്ന അതിർത്തികൾ ലക്ഷ്യമിട്ടുകൊണ്ട്, പ്രത്യേകിച്ച് സൈനിക കേന്ദ്രം പട്ടാൻകോട്ട് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വീണ്ടും ഒരു തുടർച്ചയായിട്ടുള്ള ആക്രമണം. അപ്പോൾ സൈനിക കേന്ദ്രങ്ങളാണ് ലക്ഷ്യം. അവിടെയുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുക, അവിടെ തിരിച്ചടിക്കുക എന്നതാണ് പാകിസ്ഥാനെ സംബന്ധിച്ചുള്ള ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം ഗൗരവത്തോടുകൂടി ഈ രാത്രിയിൽ നമ്മുടെ സുരക്ഷാ സൈനിക മേധാവികൾ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലടക്കം വീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രധാനമന്ത്രി ഇന്ന് രാത്രിയും ഇതിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ അതിർത്തിയിലെ സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഒരു നിർണായക യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ആ യോഗത്തിൽ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അല്പം മുൻപായിരുന്നു പ്രധാനമന്ത്രിയുടെ വസതിയിൽ തന്നെ മറ്റൊരു യോഗം കൂടി ചേർന്നിരുന്നു. അതായത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, അതുപോലെ തന്നെ 3 സൈനിക തലവന്മാരുടെയും, വ്യോമസേന, നാവികസേന, കരസേന, ഈ 3 സൈനിക തലവന്മാരുടെയും അതുപോലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും പങ്കെടുത്ത യോഗമുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ സുരക്ഷാ ഉപദേഷ്ടാവും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമാണ് ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇപ്പോൾ ഇന്നും പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ള ഈ 4 സംസ്ഥാനങ്ങളിലെ അതിർത്തി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഡ്രോൺ കൊണ്ടുണ്ടായ പ്രകോപനം, അതുപോലെ തന്നെ IMFലെ ഇന്ത്യയുടെ നിലപാട്, പാകിസ്ഥാന് ഫണ്ട് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, വോട്ടെടുപ്പ്, ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നിലവിൽ ഈ യോഗത്തിൽ വിലയിരുത്തപ്പെടുന്നത്, അതുപോലെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നത്. കാര്യങ്ങളെല്ലാം തന്നെ നിരീക്ഷിക്കുന്നുമുണ്ട്. ഈ ഡ്രോൺ പ്രകോപനത്തെക്കുറിച്ച് നിലവിൽ പറയാനുള്ളത്, ഈ ഡ്രോൺ പ്രകോപനം അത് അവസാനിച്ചിട്ടുണ്ട്. നേരത്തെ 8:30 മുതൽ തുടങ്ങിയ ആ ഒരു പ്രകോപനം ഏകദേശം 20 മിനിറ്റ് നീണ്ടു നിന്നിരുന്നു. അതിനുശേഷം കശ്മീർ താഴ്വരയിൽ ബ്ലാക്ക് ഔട്ട് ഉണ്ടായി. അവിടെയും ചില മിനിറ്റുകൾക്ക് ശേഷം ഡ്രോണുകൾ പതിച്ചു എന്നുള്ള കാര്യം കൂടിയാണ്, പതിച്ചു എന്നല്ല, ഡ്രോണുകൾ എത്തി എന്നുള്ള കാര്യമാണ്. അത് നിർവീര്യമാക്കാൻ നമ്മുടെ സൈന്യത്തിന് കഴിഞ്ഞു. അതുപോലെ നിലംപരിശാക്കി മാറ്റുന്ന രീതിയിലുള്ള ഇന്ത്യയുടെ പ്രത്യാക്രമണമാണ് നമ്മൾ കണ്ടത്. അർജുൻ സൂചിപ്പിച്ച കശ്മീർ താഴ്വരയിലും ഡ്രോണുകൾ എത്തി ഏറ്റവും ഒടുവിൽ എന്നുള്ളതാണ്. ബഡ്ഗാം, അവന്തിപുര, സോപ്പാൻ മേഖലകളിലാണ് ഡ്രോണുകൾ എത്തിയത്. ഏറ്റവും പുതിയ, അതായത് ഒരു സസ്പെക്ടഡ് ഡ്രോൺ അറ്റാക്ക് ഓൺ ശ്രീനഗർ എയർപോർട്ട് എന്നുള്ളതാണ്. എയർപോർട്ടിലേക്ക് ഒരു ഡ്രോൺ ലക്ഷ്യമിട്ടിരുന്നു. അവിടെയും നമ്മുടെ ഈ പ്രതിരോധ സംവിധാനം ആക്ടിവേറ്റ് ചെയ്തെന്ന ഏറ്റവും പുതിയൊരു വിവരം കൂടി ശ്രീനഗർ വിമാനത്താവളം, അത് കഴിഞ്ഞ ദിവസം തന്നെ ജമ്മുകശ്മീർ വിമാനത്താവളത്തിലേക്ക് ഈ നീക്കം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും ആ തരത്തിൽ തന്നെ ആക്രമണം ഉണ്ടാവും. അതായത് ഇന്നലെ എന്തൊക്കെയാണോ ലക്ഷ്യം വെച്ചത് സമാനമായി തന്നെയാണ് ഇന്നും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുന്നത്. ഇന്നലെയും വിമാനത്താവളം, ഇന്നും ഇപ്പോൾ ശ്രീനഗർ വിമാനത്താവളത്തിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്ന തരത്തിൽ ലക്ഷ്യമിട്ടു. പക്ഷേ അതിനെ നമ്മൾ അടിച്ചു. നമ്മുടെ എല്ലാ സംവിധാനങ്ങളും ചെയ്തതിനെ നമ്മൾ അടിച്ചിട്ടിരിക്കുന്നു എന്നാണ്. അതുപോലെ സമാനമായി രാജസ്ഥാനിൽ ഇന്നലെ 5 സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഈ ആക്രമണം ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായത്. സമാനമായി ഇന്നിപ്പോൾ ജയ്സാൽമീറിലൊക്കെ ഇന്നും സംഭവിക്കുകയാണ്. അർജുൻ, അതായത് ഇന്നലെ ലക്ഷ്യം വെച്ച ഇടങ്ങൾ എവിടെയാണോ ആ ഇടങ്ങളിലൊക്കെ തന്നെയാണോ ഇന്നും ഈ പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്? ശ്രീനഗറിലെ വിമാനത്താവളം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നടന്ന സംഭവങ്ങൾ എന്താണ്? ശ്രീനഗറിൻ്റെ കാര്യം, അതായത് വിമാനത്താവളത്തിൻ്റെ കാര്യം ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അതിൻ്റെ റിപ്പോർട്ടുകൾ ചില സൂചനകളായി മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സൈനിക വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തായാലും ഇന്നലെ ഉണ്ടായതിന് സമാനമെന്ന് പറയാം. തീവ്രത കുറവാണ്, പക്ഷേ സമാനമായിട്ടുള്ള രീതിയിൽ സൈനിക കേന്ദ്രങ്ങൾ തന്നെ ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഇന്നും ചില പ്രകോപനം ഉണ്ടായിരിക്കുന്നത്. അത് ഗുജറാത്ത് മുതൽ കശ്മീർ വരെ നീളുന്നുമുണ്ട്. ഗുജറാത്തിൽ കച്ചിൽ മാത്രം 11 ഡ്രോണുകൾ എത്തി. രാജസ്ഥാൻ്റെ ജയ്സാൽമേറിലും അതുപോലെ പോഖ്രാനിലും എത്തി. ഒപ്പം മറ്റ് മേഖലകളിൽ പഞ്ചാബിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ അമൃത്സറിലുണ്ടായി, ഫിറോസ്പൂരിലുണ്ടായി, ഈ പത്താൻകോട്ടിലുണ്ടായി, ഒപ്പം അട്ടാരി അതിർത്തിയിലുണ്ടായി. അതിൽ ഏറ്റവും കൂടുതൽ ആശങ്ക വിതയ്ക്കുന്നത് ഫിറോസ്പൂരിൽ ജനവാസ മേഖലയിൽ പതിച്ച ഡ്രോണിൻ്റെ കാര്യമാണ്. ഒരു കുടുംബത്തിലെ 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അത് 3ഉം ബേൺ ഇഞ്ചുറീസ് ആണ്. അതായത് ഈ ഡ്രോൺ താഴെ തകർന്നു വീണപ്പോൾ അതിൽ നിന്നുണ്ടായ പൊള്ളൽ, ചെറിയ രീതിയിലുള്ള പൊള്ളലേറ്റുണ്ടായ പരിക്കുകളാണ്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു കൂടുതൽ ചികിത്സ നൽകാനായി. പക്ഷേ നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. അതുപോലെ തന്നെ ജമ്മു കാശ്മീരിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ജമ്മുവിൽ പല മേഖലകളിൽ ഉണ്ടായിട്ടുണ്ട്. ജമ്മുവിലേക്ക് ഡ്രോൺ കടത്തിവിട്ട് പ്രകോപനമുണ്ടാക്കി. അതുപോലെ തന്നെ സാംബ മേഖലയിൽ അന്താരാഷ്ട്ര
അതിർത്തിയിൽ ഈ ഡ്രോണുകൾ എത്തി ശ്രീനഗറിൻ്റെ മേഖലകളിലേക്കും താഴ്വരയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ബഡ്ഗാം, സോപ്പോര്, ബാരാമുള്ള തുടങ്ങിയുള്ള മേഖലകളിലും ഡ്രോൺ എത്തി. അതെല്ലാം തന്നെ ഇന്ത്യ കൃത്യമായി വെടിവെച്ച് വീഴ്ത്തിയിട്ടുമുണ്ട്. ഈ ഫിറോസ്പൂർ ഒഴികെയുള്ള ആ ഒരു ഡ്രോൺ ഒഴികെയുള്ള ബാക്കിയെല്ലാം തന്നെ ഇന്ത്യ നിലം തൊട്ടാതെ നിർവീര്യമാക്കുകയോ അതല്ലെങ്കിൽ വെടിവെച്ച് വീഴ്ത്തുകയോ ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിന് പുറമെയാണ് പലയിടത്തും ഈ ഷെല്ലിങ്ങും അതുപോലെ തന്നെ ആർട്ടിലറി ഫയറിങ്ങും ഉണ്ടായത്. അതിൻ്റെ അടക്കം ഇപ്പോൾ വിവരങ്ങൾ വരുന്നതനുസരിച്ച് ഇതെല്ലാം ഇപ്പോൾ നിർത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ താൽക്കാലികമായിട്ടെങ്കിലും ഈ പ്രകോപനങ്ങളിൽ ഒരു ആശ്വാസം ഉണ്ടായിരിക്കുന്നു. കൂടുതൽ നിരീക്ഷണങ്ങളാണ് ഇപ്പോൾ സൈനിക വൃത്തങ്ങൾ, സൈനിക സംഘങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യയുടെ ഏരിയ ഡിഫൻസ് എല്ലാം. എന്തായാലും ഏറ്റവും പുതിയ വിവരങ്ങൾ തേടുക. എന്തായാലും ഇന്നത്തെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഈ നിമിഷം ശാന്തമാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസത്തെ സംബന്ധിച്ചോളം ഒരു ഇന്നത്തെ പോലെ ഒരു ഇന്നലത്തെ പോലെ ഒരു അതിരൂക്ഷമായിട്ടുള്ള സാഹചര്യം ഇന്നില്ല. കുറച്ചൊക്കെ സമാധാനമുണ്ട്. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചോളം ഇന്നൊന്ന് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമായിരിക്കും. അവിടുത്തെ ജനതയെ സംബന്ധിച്ചോളം പഞ്ചാബിൽ ഒരു കുടുംബത്തിലെ 3 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നുള്ളതാണ്. തുടരുകയും ചെയ്തുകൊണ്ട് നമുക്ക്